പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഫോക്കസ് ഓൺ ജീസസ് എന്ന വാട്സപ്പ് കൂട്ടായ്മ കൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അനീഷ് ജോർജ് പാസ്റ്റർ, മറ്റു എല്ലാ മെമ്പേഴ്സിനും വേഗം വരുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 20, 21, 22 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളൊരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. നാം പലപ്പോഴും പലരിൽ കൂടെ കേട്ട ഒരു മെസ്സേജാണ് രക്തസ്രവമുള്ള സ്ത്രീ, അതായത് 12 വർഷമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീ സൗഖ്യമായ കഥ. അവിടെ വിശ്വാസത്തിനെ പറ്റിയും നാം അനേക ദൈവദാസന്മാരിൽ കൂടെ കേട്ട ഒരു വാക്യശകലമാണ്. എന്നാൽ ഈ പ്രഭാത കാലം എന്നെ ചിന്തിപ്പിക്കുവാൻ ഒരു കാര്യം, ഒരു രക്തസ്രവമുള്ള സ്ത്രീ യേശുവിനെ തൊട്ട് യേശുവിൽ നിന്നുള്ള ഒരു ശക്തി അവളുടെ മേൽ വരുവാനിടയായി. ആ ശക്തി പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ പല കാര്യങ്ങൾക്കും നമുക്ക് വിശ്വാസമുണ്ട്. വിശ്വാസത്തിൽ കൂടെ നമുക്ക് സൗഖ്യമൊക്കെ ലഭിക്കുന്നുണ്ട്. നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവരോട് വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു 12 വർഷമായ ഒരു അവസ്ഥ, 12 വർഷമായി വിടുതൽ കിട്ടാത്ത ഒരവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ ആ സ്ത്രീക്ക് അവിടെ കിട്ടുമ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്, ആ സ്ത്രീ ഉള്ളം കൊണ്ട് പറഞ്ഞു. അവിടെ ഉള്ളത്തിലുള്ള വിശ്വാസം ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുവിക്കുവാൻ കാരണമായി. അവളുടെ വിശ്വാസം, അവൾ വെറുതെ വിശ്വസിച്ചില്ല. അവൾ ഒരു വാഗൊണ്ട് വിളിച്ച് വിശ്വസിച്ച് അവൾ വാഗൊണ്ട് പറയുക മാത്രമല്ല, പലപ്പോഴും ആ വാഗൊണ്ട് പറയുമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു വിശ്വാസമില്ല. എന്നാൽ അവളുടെ ഉള്ളം കൊണ്ട് അവൾ പറഞ്ഞു എന്നാണ്. അവൾ ഉള്ളത്തിൽ പറഞ്ഞു. നമ്മൾ പുറമേ വിളിച്ച് പറയുമ്പോഴും, പക്ഷേ അവൾ ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ഉള്ളത്തിൽ നിന്നുള്ള ഒരു പറച്ചിൽ, അവിടെ ഉള്ളത്തിൽ ആഴമായ ഒരു വിശ്വാസം ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെടുവിക്കുന്നതിന് കാരണമായി. പലപ്പോഴും നമ്മുടെ വിശ്വാസം എപ്രകാരമാണെന്ന് നാം ചിന്തിക്കണം. നമ്മുടെ വിശ്വാസം പലപ്പോഴും, നമ്മൾ വിശ്വാസികൾ എന്ന് പേരുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസത്തിന് പലപ്പോഴും കോട്ടം വരുന്നതാണ്. നമ്മൾക്ക് വിശ്വാസത്തിന് നമ്മൾക്ക് കോട്ടം വരും. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയോടെ വിശ്വസിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കാര്യത്തിന് എന്താണ് വിടുതലില്ലാത്ത കാരണം, നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ കാരണം, നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ നമ്മുടെ നടപ്പൊക്കെ നോക്കുമ്പോൾ നമ്മൾ വിശ്വാസികളാണെന്ന്, വിശ്വാസികളുടെ പേരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് ആഴമായൊരു വിശ്വാസം, ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെടുവിക്കുവാൻ കഴിയത്തക്കതായ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ നാം ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. പലപ്പോഴും നമ്മുടെ വിശ്വാസം, എബ്രായർ 3:12 വാക്യം, നമ്മൾ പലപ്പോഴും അവിശ്വാസമുള്ള ഹൃദയമുള്ളവരാണ്. കാരണം നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ അവിശ്വാസത്തെ പിശാചായവൻ കടത്തിവിടും. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷെ ആ സമയത്തായിരിക്കും നമ്മുടെ വിശ്വാസത്തെ ഒരു അവിശ്വാസം നമ്മുടെ മനസ്സിൽ കയറി വരുവാൻ കാണാം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, അതുകൊണ്ടാണ് പറയുന്നത്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിശുദ്ധ വേദവചനത്തിൽ പറയുന്നത്. ഈ പാപിയായ സ്ത്രീയെ, അവൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. തന്നെ ആ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളം കൊണ്ട് പറഞ്ഞിട്ട് അവൾ ആ വസ്ത്രത്തിൽ തൊടുവാനിടയായി. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് ആ ശക്തി തങ്കിൽ നിന്ന് പുറപ്പെട്ടതായിട്ട് കർത്താവിന് മനസ്സിലാക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, എന്നെ തൊട്ടത് ആറാണെന്ന്. യേശുവിന് തൊട്ടത് ആറെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? പക്ഷെ ആ തിക്കും തിരക്കിൻ്റെ ഇടയിൽ കൂടെ തന്നെ അവിടെയുള്ള അവിടെയുള്ള ആ ജനങ്ങൾക്ക് വിശ്വാസം വരത്തക്കതായ രീതിയിൽ അതിനെ ഒന്നെടുത്ത് കാട്ടുവാൻ വേണ്ടിയാണ്. കർത്താവിന് അറിയാം കർത്താവിനെ തൊട്ടത് ആരെന്നും, സൗഖ്യം പ്രാപിച്ചവൾ ആരെന്നും കർത്താവിന് നന്നായിട്ട് അറിയാമെങ്കിലും കർത്താവ് ആ തിക്കിലും തിരക്കിലും വെച്ച് തന്നെ തൊട്ടതെന്ന് ആരെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പത്രോസ് ഒക്കെ പറയുന്നുണ്ട്, കർത്താവ് ഇത്രയും തിരക്കും ഉള്ളത്, തിക്കും തിരക്കും ഉള്ളപ്പോൾ നിന്നെ തൊട്ടതെന്ന്, നീ ഇവിടുത്തെ തിക്കും തിരക്കും ഒക്കെ കർത്താവ് നീ കാണുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ അവിടെ ചോദിക്കുന്നുണ്ട്. കർത്താവെ, തിക്കും തിരക്കും അല്ലേ, അപ്പം നിന്നെ തൊട്ടതെന്ന് ആരെന്ന് നീ അങ്ങനെ ചോദിക്കുന്നത്? എന്നാൽ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് കർത്താവിനെ അറിയുവാൻ സാധിച്ചു. ആ കർത്താവിൽ നിന്ന് പുറപ്പെട്ട ശക്തിയിൽ ഒരു വിടുതൽ നടന്നു എന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു.
അപ്പോഴത്തേക്ക് ആ സ്ത്രീ വിറച്ചുകൊണ്ട് ലൂക്കോസിലെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആ സ്ത്രീ വിറച്ചും കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്നതും അവൻ്റെ തൊട്ട സംഗതിയും അവൾ തത്സമയം സൗഖ്യമായതും ജനവും കേൾക്കെ അറിയിക്കുവാനിടയായി. അപ്പോൾ കർത്താവ് അവളോട് പറയുന്നുണ്ട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാമെന്ന്. ഇപ്പോൾ പലരും കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ തരുമ്പോൾ നമ്മൾക്ക് കർത്താവ് ഏതെങ്കിലും വിധത്തിലൊരു നന്മ ചെയ്താൽ, ഒരു വിടുതൽ ചെയ്താൽ, അത് മറ്റുള്ളവരോട് പറഞ്ഞ് മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായ പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടായിരിക്കണം. നാം പലപ്പോഴും വിടുതൽ പ്രാപിച്ചിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടിയിരിക്കുവാനല്ല. നമ്മൾക്ക് പല വിഷയത്തിന്മേൽ ദൈവം, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതാണ്. സാമ്പത്തികമായുള്ള വിഷയങ്ങളുണ്ട്, രോഗഭാരത്താലുള്ള വിഷയങ്ങളുണ്ട്, മറ്റ് തലമുറകളുടെ വിഷയമുണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിന്മേലും നമ്മൾ ഭാരപ്പെടുന്നവരാണ്. പക്ഷേ ഏത് വിഷയത്തിന് നമുക്ക് വിടുതൽ കിട്ടും, ആ വിഷയത്തിൻ്റെ വിടുതൽ നാം മറ്റുള്ളവരോട് അറിയിക്കുവാൻ തയ്യാറാകണം. മറ്റുള്ളവരോട് അറിയിക്കുമ്പോൾ അവരുടെ വിശ്വാസം കൂടെ വർദ്ധിക്കുവാൻ ഇടയായിത്തീരണം. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെ, വിടുതലുകളെ നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ വാക്കുകളെ വിളിച്ചു പറയുമ്പോൾ ആ വിശ്വാസം മറ്റുള്ളവരിൽ വ്യാപരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് വിടുതലായി തീരുമ്പോൾ അത് മറ്റുള്ളവരോട് പറയുവാൻ നമ്മുടെ ആകണം. നമ്മൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നോക്കിയാൽ, അബ്രഹാമിന് പ്രായമായപ്പോഴാണ് ഇസഹാക്കിന് ജനിക്കുവാനിടയായി. എന്നാൽ അബ്രഹാം ആ സമയത്ത് ദൈവത്തോട് ചോദിക്കുന്നില്ല. അവനോട് സ്വന്തം മകനെ യാഗമൊക്കെ അർപ്പിക്കുവാൻ പറയുമ്പോൾ അബ്രഹാം ഇങ്ങനെ ചോദിക്കുന്നില്ല, ഏതിനാണ് ഞാൻ 100 വയസ്സുള്ളപ്പോൾ എനിക്ക് സന്തതിയെ നൽകിയത്, ഞാൻ ഇനി സാറയോട് എന്ത് പറയുന്നൊന്നും തർക്കിക്കാതെ അവനെ അവൻ്റെ അവിശ്വാസത്തിൻ്റെ ഉറപ്പിൽ മുന്നോട്ട് നീങ്ങുവാനിടയായി. കാരണം ദൈവം പറഞ്ഞതിനെ തന്നെ അർപ്പിപ്പാൻ അവൻ സദാ സന്നദ്ധനായിരുന്നു. അതാണ് വിശ്വാസം എന്നതും. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, ആ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് വിശ്വസിച്ചതിനാലാണ് ഇസഹാക്ക് അങ്ങനെ ചെയ്യുവാനിടയായത്. അതുകൊണ്ട് ഇസഹാക്കിനുള്ള വിശ്വാസം, തലമുറയെ യാഗം കഴിച്ചാൽ ആ തലമുറ ആ ചാരത്തിൽ നിന്ന് ദൈവത്തിന് തനിക്കൊരു മകനെ തരുവാൻ കഴിയുമെന്ന ആഴമായൊരു വിശ്വാസം. കാരണം വിശ്വാസികളുടെ പിതാവാണല്ലോ അബ്രഹാം. ആ ആഴമായ വിശ്വാസം ആണ് ആ തലമുറയെ യാഗം കഴിപ്പാൻ വേണ്ടി തയ്യാറായത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആഴമായൊരു വിശ്വാസം ദൈവത്തിങ്കിൽ ഉണ്ടെങ്കിൽ, നമ്മളെ വിശ്വാസത്തിന് വാക്കുകളെ വിളിച്ചു പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ ഉള്ളം കൊണ്ട് പറയുന്ന ആഴമായ വിശ്വാസം, ഹൃദയത്തിലുള്ള വിശ്വാസം പലപ്പോഴും ദൈവീക വിടുതലുകൾക്ക് കാരണമായി തീരുവാനിടയാകും. ദൈവത്തിൻ്റെ ആ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം. നമ്മുടെ ആഴമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകണം. ആഴമായ വിശ്വാസം നമുക്ക് മുമ്പോട്ട് ജീവിക്കുവാൻ ഓരോരുത്തരും സഹായിക്കണം. എബ്രായ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുത്തുന്നതിനുമായ വീഴ്ച. നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് നാം ഒതുങ്ങിയിരിക്കുവാനല്ല, നമ്മൾക്കൊരു നല്ല പ്രതീക്ഷയുണ്ട്. നമ്മൾക്ക് വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ നോക്കിക്കൊണ്ട് ആ ക്രൂശിനെ ലക്ഷ്യമാക്കി ഓടണം. നമ്മൾ ആ ക്രൂശിനെ ലക്ഷ്യമായി നമ്മുടെ വിശ്വാസത്തിൽ കൂടെ പ്രതിഫലിക്കേണ്ടതാകാണ്. കാരണം നമ്മുടെ ആഴമായ വിശ്വാസം നമ്മൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും നമ്മൾ നാളേക്കുള്ളത് എന്തുവാണ്? നമ്മൾക്ക് വിശ്വാസത്തിന് പിൻപിലുള്ളതിനെ, ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്നില്ല, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക. വിശ്വാസ ഓട്ടക്കളത്തിൽ ഓടുന്ന അനേകരുണ്ട്. ആ അനേകർ വിശ്വാസ ഓട്ടക്കളത്തിൽ ഓടുമ്പോഴെന്തുവാണ്? വിരുദ് പ്രാപിക്കണം എന്നുള്ളൊരു മാത്രമാണ്. ആ വിരുദിനായിട്ട് നമുക്ക് ഓടുവാൻ കഴിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആ വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തിവരുന്നവനായ യേശു എന്ന് പറയുമ്പോൾ ആ നല്ല മാതൃക യേശു കർത്താവിൽ കൂടെ മാത്രമേ നമുക്ക് ലഭിക്കുവാൻ കഴിയുള്ളൂ. വിശ്വാസത്തിൻ്റെ ഉടമസ്ഥന് പൂർത്തിവരുത്തനുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട്, ലക്ഷ്യം തെറ്റിക്കാതെ കഷ്ടതയെ സഹിച്ച യേശുവിനെ ധ്യാനിച്ചുകൊണ്ട്, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് റോമൻ സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും എത്തിപ്പിടിക്കാത്ത ഒരു നികൃഷ്ട വസ്തുവായിരുന്നു ക്രൂശ്. എന്നാൽ പവിത്രനും നിർദോഷനും പാപികളോട് വേർവിട്ടവനുമായ യേശുവിന് ലഭിച്ചത്, അഥവാ ലോകം നൽകിയത് ക്രൂശായിരുന്നു. അതുകൊണ്ട് ആ ക്രൂശ് ഏറ്റവും സന്തോഷത്തോടെ യേശു ഏറ്റുകൊണ്ട്, കാരണം ലോകത്തിന് ദൈവത്തോട് നിരപ്പും രക്ഷയും വരുവാൻ കാരണമായി തീരുവാൻ ഇടയായി. അങ്ങനെ ആ കർത്താവായ യേശു നമ്മൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ആ അപമാനം നാം ലക്ഷ്യമാക്കാതെ
ആ അപമാനം അലക്ഷ്യമാക്കിക്കൊണ്ട് ക്രൂശിനെ സഹിക്കുകയും ദൈവിക സിംഹാസനത്തിന് വലത്തുഭാഗത്ത് നമുക്ക് ഇരിക്കുകയും ചെയ്യുവാനിടയാകും. ഈ പ്രഭാതത്തിൽ നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ടെന്ന് നാം പരിശോധിച്ചുകൊണ്ട് നമ്മൾക്ക് മുൻപോട്ട് ജീവിക്കാം. ആ പാപിനിയായ സ്ത്രീയുടെ ആഴമേലുള്ള വിശ്വാസം, അവളുടെ ഉള്ളിലുള്ള വിശ്വാസം, അവൾ ആ ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുവിക്കുന്ന രീതിയിൽ പുറപ്പെടുവിക്കുവാൻ കാരണമായെങ്കിലും നമ്മുടെ വിശ്വാസം മൂലം നമ്മുടെ മുൻപോട്ടുള്ള ലക്ഷ്യവും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രഭാതം ജീവിക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടെ എൻ്റെ ചെറിയ വചന ശുശ്രൂഷ ഇവിടെ നിർത്തുന്നു. എല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കുമാറാട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം ഓരോരുത്തരെയും വീണ്ടും അനുഗ്രഹിക്കുമാറാട്ടെ.